അല്പം ക്രിട്ടിക്കലാണ്. പേഷ്യന്റ് തിയേറ്ററിലേക്ക് മാറ്റിക്കോളൂ. എന്താ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഡോക്ടർ നന്ദകുമാറിന്റെ റൂം ഏതാ? എടോ എനിക്ക് ചെവിട് കേട്ടൂടെ? ലെഫ്റ്റ് പോയി 5th ഫ്ലോർ. അന്ന് പിന്നെ പറഞ്ഞൂടെ? പേരെന്താ? വാടവിടെ. ഡോക്ടർ സ്വന്തം മുറി മറന്നായിരിക്കും. ഡോക്ടർക്ക് മെന്റൽ പ്രോബ്ലം വല്ലതും ഉണ്ടോന്നാ സംശയം. ആവോ. ഈ നന്ദകുമാർ ആ പേഷ്യന്റിനെ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? സിസ്റ്റർ, തിയേറ്ററിൽ ഏത് പടാ കളിക്കുന്നത്? ഡോക്ടർ ഹായ്. ഏത് ഫ്ലോറിലേക്കാ? മിണ്ടൂല്ലേ? ഡോക്ടർ, ബി ബ്ലോക്കിലെ 62 നമ്പർ പേഷ്യന്റിന് പെയിൻ മാറുന്നില്ല. ഡോസേജ് കൂട്ടിയിട്ട് ഓവറൻ കൊടുക്കട്ടെ? ഓ, അത് കുറച്ച് ഓവറായിട്ട് കൊടുത്തോളൂ. പിന്നല്ല, സംശയമൊക്കെ നമ്മളെടുത്താ ചോദിക്കണേ. വരട്ടെ. ഈശ്വരാ, ഇതെന്താ ഡബിൾ റോളോ? ആരാ നീ? ഞാൻ ചന്ദ്രസേനൻ. നീയാണോ ഒരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്റെ തലയെ കെട്ടിവെച്ചത്? അനാവശ്യം പറയരുത്. നായിന്റെ മോനെ ഒന്നുകളെ ഞാൻ. നീകളെ എല്ലാത്തിനും കാരണക്കാരൻ. അയ്യോ, ഞാനല്ല. ചാലക്കുടി മണിയണ്ണന്റെ ശബ്ദം കളഞ്ഞത് താനാണോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ അടി കൊടുത്ത പിഴപ്പിച്ചെന്റെ നഷ്ടം കൊടുക്കാന്ന് ഇയാൾ പറയും. എന്നെ തല്ലരുത് പ്ലീസ്. ഞാനൊരു ഡോക്ടറാ. എന്താ ഡോക്ടറെ തല്ലാൻ പാടില്ല നിയമമുണ്ടോ? അയ്യോ, സത്യമായിട്ട് ഞാനൊരു പാവാ. ആര് പറഞ്ഞു? ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഈ ഹോസ്പിറ്റൽ വിട്ടൊരു ലോകം എനിക്കില്ല. 3-4 ദിവസം മുമ്പ് ഏതോ ഒരു പെണ്ണിനെ ഞാൻ വഞ്ചിച്ചു എന്നും പറഞ്ഞ് 2 പേര് എന്റെ വീട്ടിലും വന്നിരുന്നു. അത് കേട്ട് എന്റെ വൈഫ് പിണങ്ങിപ്പോയി. ഗോഡ് പ്രോമിസ്. പിന്നെ ആരാടാ അതിന്റെ പുറയില്? അതെനിക്കറിയില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ എന്റെ അടുത്തെത്തി? നിങ്ങളുടെ പേരാ പെണ്ണിന്റെ മുത്തച്ഛനോട് പൊളവും വക്കീല് പറഞ്ഞ ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് വന്നവര് സെന്റ് തെരേസാസ് കോളേജിലെ ഒരു കോച്ചിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതൊരു CBI അന്വേഷണം പോലെ ഉണ്ടല്ലോ. ഡോക്ടറേ, ഒരേപോലത്തെ 3 എണ്ണത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇപ്പൊ മനസ്സിലായി എല്ലാത്തിന്റെയും പിന്നിൽ ഇവനാണെന്ന്. നിങ്ങളിൽ ആരുടെ അച്ഛനാ ഇത്ര വലിയ കള്ളൻ? നിന്റെ അച്ഛൻ. എങ്കിൽ ഇത്ര നീളം വരത്തില്ല. ഞാൻ 3ന്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഒരേപോലെ 9 പേരുണ്ടാവും ഭൂമിയില്. ഓ, അതിന് 3 എണ്ണം മലയാളികൾ. ബാക്കി ഇനി എവിടെയാണാവോ? കോണാത്തില്. കൊണാർക്കിൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. ആരാ 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 ആരാ? എന്നാ വേണം? ഇങ്ങോട്ട് വാടാ. അയ്യോ, കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന കേട്ടിട്ടുണ്ടോടാ? കാര്യം പറയാതെ എന്നെ തല്ലാനുള്ള അധികാരേ എന്റെ അപ്പന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ചെയ്യാത്ത തെറ്റിന് മെക്കെട്ട് കയറാനുള്ള അധികാരം ഒരു തെണ്ടിക്ക് ഞാനും കൊടുത്തിട്ടില്ലടാ. എടാ ഊവേ, ഞാൻ ചെയ്ത തെറ്റന്നാ. കാശ്മീർ പ്രശ്നത്തിൽ കൈ കടത്തിയത്. ഇനി ഞാനത് വിവരിക്കണോ? അനുപമ എന്നൊരു പെൺകുട്ടിയെ ഗോവയിൽ വെച്ച് നശിപ്പിച്ചത് നീയല്ലടാ. നീയൊക്കെ നശിപ്പിച്ചതേ ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതം. ആണ്ടെ, നിങ്ങൾക്കറിയാമോ, കർത്താവാണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവം കാരണമാ 6 വർഷം ഞാൻ പ്രേമിച്ച് കിടന്ന എന്റെ അൽഫോൺസായി എനിക്ക് നഷ്ടപ്പെട്ടത്. ആ പെണ്ണിന്റെ പേരും പറഞ്ഞ് ഒരിക്കലും ഒരുത്തൻ എന്നെ തല്ലാൻ വന്നു. അന്നവന്റെ കാലി ഞാൻ തല്ലി ഓടിച്ചു. അതല്ലാതെ അവളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയുകയില്ല. വിശ്വാസം വരുന്നില്ല ഇതാ എന്നെ കൊന്നു. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം?
ഒരേപോലെ രൂപസാദൃശ്യമുള്ളവരെ മാത്രം കണ്ടുപിടിച്ച് ഇതിലെന്തോ ചതിയുണ്ട്. നമുക്ക് പോവാനോ? ഓ പോലീസിൽ പരാതിപ്പെടാം. വേണ്ട വേണ്ട, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. അവളെ ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയായാലും ശരി, ഈ സേനം വെറുതെ വിടില്ല മക്കളെ. വാടാ. कोई हमदम न रहा, कोई रे साथ न रहा, को കോച്ചെത്തി. കോച്ചല്ല, കോച്ച്. നമ്മുടെ അനുപമയുടെ ആദ്യത്തെ ലൈൻ. മുഖാമുഖം കണ്ടാൽ ഇവിടെ ഇട്ട് വെട്ടി കൊല്ലും ഞാൻ. ഈ തറവാട്ട് മുറ്റത്ത് രക്തം വീഴണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എടാ നീ കാര്യം പറ. ഇത് കോച്ചിങ് ഒന്നുമല്ല, നമ്മുടെ വിക്കൻ ഡോക്ടറല്ലേ. ഞാൻ ഡോക്ടറും പുണ്ണാക്കൊന്നുമല്ല. നിങ്ങളൊക്കെ ആരാ? ഇത് മുത്തശ്ശൻ, ഇത് അനന്തൻ, ബാലൻ, ഞാൻ ലാലൻ. കാലനോ? കാലനല്ല, ലാലൻ. നിങ്ങള്? ഞാൻ സേനൻ, ചന്ദ്രസേനൻ. ഉടക്കാൻ വന്നിരിക്കുക. മാപ്പ്. എനിക്ക് ഈ വീട്ടിലെ പെൺകുട്ടി ഒന്ന് കാണായിരുന്നല്ലോ. എന്തിന്? കാര്യം അറിയാലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കുന്നത്. വിളിക്കണം. അവനാണെ തട്ടിയോ? തട്ടാൻ വന്നതല്ല, തട്ടിക്കൊണ്ടുപോകാൻ വന്ന. അനുപമ, 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 അനുപമ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അവൻ എത്തി. നമ്മുടെ ഗോവിന്ദ് ഹീറോ, ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയിലെ നായകൻ. അവൻ അനുപമയെ കാണണമെന്ന് വാശി പിടിക്കുന്നു. എനിക്ക് വയ്യ. അയ്യോ, തളരരുത്. അയാൾ എതിർത്ത് നിൽക്കണം. അവന്റെ ഫ്യൂസ് വരണം, എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അയ്യോ പ്ലീസ്. രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. സഹകരിക്കണം കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്നോടല്ലോ. നമസ്കാരം ഉണ്ട് കേട്ടോ. ഇതാരാ? നിങ്ങളെ പരിചയമില്ലേ? ഇതാണ് അനുപമ. അനുപമ, ഞാൻ ആ പേരെ ഓർത്തോണ്ടിരുന്നത്. അന്ന് പിന്നെ പേരും നാളൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. പിന്നെ പാന്റും കോട്ടൊക്കെ ഇട്ടപ്പോ ആളെ മനസ്സിലായില്ല. അന്ന് വേഷം ഇതായിരുന്നില്ലല്ലോ. അയ്യേ, സോറി കേട്ടോ, എന്നെ മനസ്സിലായല്ലോ. നിങ്ങളെ അത്ര വേഗം മറക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു പെണ്ണിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റ്. ഒരു സ്ത്രീയോടൊരു പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. എന്തായാലും തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്കൊന്ന് കേൾക്കണം. ഗോവയിൽ വെച്ച് ദുരുദ്ദേശത്തോടു കൂടി ഞാൻ പരിചയപ്പെട്ട തെറ്റ്. ഐസ്ക്രീമിനകത്ത് മയക്കുപൊടി കലക്കി തന്ന തെറ്റ്. അതിനുശേഷം നടന്നത് തെറ്റ്. അവളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ കവർന്നെടുത്തത് തെറ്റല്ലേ? താൻ എന്തോ കവർന്നെടുത്തോന്നാ പറയുന്നേ? അനുപമേ, ഈ കേട്ടത് സത്യമാണോ? ഇയാൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റാണ്. സമ്മതിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. എന്ത് പ്രായച്ചിത്തം? അത്രയ്ക്ക് നിർബന്ധമാണ്. ഇയാൾ മുട്ടയടിച്ച് കാശിക്ക് പോകണം. അതിലും വലിയ പുണ്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്ത്? ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ സമ്മതിക്കില്ല. അതെന്താ? നിങ്ങൾ തമ്മിൽ മാച്ച് അല്ല. ആര് പറഞ്ഞു? ഞങ്ങള് മാച്ച് അല്ലേ? അല്ല. ഹലോ, ഞങ്ങള് തമ്മിൽ മാച്ച് അല്ലേ? നല്ല മാച്ച് കേട്ടല്ലോ. മാച്ച് അല്ല, ഒട്ടും മാച്ച് അല്ല. ഇപ്പൊ നല്ല മാച്ച് അല്ല. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. എന്റെ കുട്ടിക്ക് സംഭവിച്ച ദുരന്തം കേട്ടപ്പോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാലു പിടിച്ചെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോ നിന്നെപ്പോലൊരു ആഭാസൻ എന്റെ കുട്ടിയെ ഏൽപ്പിക്കുന്നതിലും ഭേദം അവളെ അങ്ങോട്ട് കൊന്നുകളയുന്നതാ. ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറ്റുമോ? പിന്നെന്താ, ചെയ്ത തെറ്റിന് പ്രതിഫലം. ഇതെന്റെ അവകാശമാ. ഞാൻ പഴപ്പിച്ച പെണ്ണിന് എനിക്ക് എന്നെ വേണം. ഈ ജീവിതത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് നീയുമായിട്ടായിരിക്കും. ನಿಜ ಏನಂದ ನನಗೆ ನಿಮಗೆ ಗೊತ್ತು. ನಿನ್ನೆತ್ರ ಇದಕ್ಕೆ ಪ್ರತಿಕಾರ ಮಾಡಿಬಿಟ್ಟೆ. ನಾನಿല്ലെಂದು ಹೋಗಿರೋದು. ನಾವು ಇನ್ನ ಬರ್ತೆ. ಜಾಗ್ರತೆ. ഇതെന്നാടാ? കന്നഡ. അവൾക്ക് മനസ്സിലാവും. കന്നഡ. മാവ് കാണുമ്പോഴാണ് കൊറേ കാലായി നമ്മളങ്ങനെ നടത്തി കൊതിപ്പിക്കണേ. എന്തായാലും എന്റെ മോനെ ഇന്ന് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഇന്നത്തെ വരവ്. അല്ല, ഒന്നുകൂടി വാ. വക്കീലില്ല ഇവിടെ? വക്കീലിനെ വരെ അന്വേഷിക്കില്ലല്ലോ എന്റെ പണി. എന്താത്ര ചൂട്? എന്താ പറഞ്ഞേ? അല്ല, ഇന്ന് എന്താത്ര ചൂട് എന്ന് ചോദിക്കായിരുന്നു. വക്കീലേ, ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ. എന്താ പറഞ്ഞ? നാട്ടിൽ വേറെ മാവില്ലാഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണേ. കഴിഞ്ഞ മാസം ഞാനൊരു സ്വപ്നം കണ്ട്. ഈ മാവ് പറഞ്ഞു വീണ്ടും നിങ്ങൾ മയ്യത്തായിന്ന്. പേടിപ്പിക്കാതെ കാര്യം പറയണോ? കാര്യം പറയാൻ എപ്പോ ഇവിടെ വന്നാലും ഇവിടെ ഒരു ചർച്ച അല്ലേ? ചർച്ചയും ഒരു ഒടുക്കത്തെ ഒരു ആലോചനയും. നാട് മുടിക്കുന്ന മന്ത്രിമാർക്കില്ല എത്ര വലിയ ആലോചന. മാവ് മേടിക്കാൻ നടന്ന് നാട്ടുകാരിപ്പം മാമുക്കോയ എന്നുള്ള മാവും കോയെന്നാക്കി മാറ്റി. എന്നാ മാവുക്കോയ വില പറ.
വില പറഞ്ഞ് കയറ്റി മാവിനിപ്പോ തേക്കിന്റെ വിലയായി. എന്നാലും ഒരു മോഹവില 5000 രൂപ ഒറ്റയ്ക്ക് കയറ്റിക്കോളി. നിങ്ങൾ ഇവിടെ ഒന്ന് മുട്ടിക്ക്. എവിടെ? ഇതവിടെ. എന്ത്? ഇതാണ് ഉറപ്പിക്കല്. ഇനി ഇതില് വേറെ ആർക്കും കമ്മീഷൻ ഇല്ല. നിങ്ങൾ കാരണവരെ കൊണ്ട് ഒന്ന് ഒപ്പിടിച്ചായിരുന്നു. അതൊക്കെ വേണം. ഒരു അഗ്രിമെന്റ്. പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ, പെട്ടെന്ന് ആരെയും തട്ടിപ്പോയത് പറ്റിപ്പോവില്ലേ? ഇവിടുത്തെ 2 മണ്ടന്മാര് തട്ടിപ്പോയാലും ചന്ദന മുട്ടിക്കേ കത്തിക്കൂ. എന്നാലും ഒരു ഉറപ്പിന് ഇതൊരു അഡ്വാൻസ്. എന്നാ താൻ പോയി എന്താ വെച്ചാൽ എഴുതിക്കൊണ്ടാ ഒപ്പുപടിച്ച. അല്ല, ഞാനതൊക്കെ എഴുതി ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. പോക്കറ്റ് വെച്ചോണ്ട് നിന്നാ മതി. എനിക്ക് തരണ്ടായോ ഒപ്പുപടിച്ചേരാ.